ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അതെന്താണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിന്നുവിന്റെ വീൽ ചെയറിന്റെ ബാറ്ററി നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, സർവീസിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സർവീസ് ചെയ്തിട്ട് നമുക്ക് ഇന്നലെ കിട്ടി. പൈസ കുറച്ച് ആയി, ഒരു ബാറ്ററി വാങ്ങുന്നതിനേക്കാളും കൂടുതൽ പൈസ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സാധാ ഒരു നോർമൽ ഒരു ബൈക്കിന് ഒരു കാറിനുള്ള ബാറ്ററിക്കൊക്കെ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 8,000-9,000 രൂപ വില വരുള്ളൂ. അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തന്നെ നല്ലൊരു പൈസ ചെലവായി. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ നമുക്ക് പുതിയൊരു വീൽ ചെയർ കിട്ടും ചെയ്ത്, പഴയ വീൽ ചെയറിന്റെ ബാറ്ററി നന്നാക്കി കിട്ടും ചെയ്ത്. അപ്പോ എന്താ പറയാ, ഒരു പടിക്ക് 2 പക്ഷി, അതാണ് ഇപ്പൊ സംഭവം നടന്നത്. അപ്പൊ വേറൊന്നുമല്ല സംഭവം. ഇത് വീൽ ചെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോകും. അത് മാത്രമല്ല, അതിന്റെ ബാറ്ററി മാത്രമല്ല കംപ്ലൈന്റ് ഉള്ളത്, ഇതിന്റെ ലൊജിസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം കംപ്ലൈന്റ് ആണ്. പുറത്തൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് അത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒറ്റക്ക് ഓള് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റൂല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് കാരണം തന്നെ ആ വീൽ ചെയർ മാറ്റി ഞാൻ എന്താക്കി, വേറൊരു വീൽ ചെയറിന്റെ സാധനങ്ങളൊക്കെ എടുത്ത്, അത് നമ്മൾ വില കൊടുത്ത് വാങ്ങി അതെടുത്ത് ഞാൻ മൊത്തത്തിൽ ഫിറ്റ് ചെയ്ത്, നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, മൊത്തത്തിൽ ഫിറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം അതൊന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് മെഷീൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നലെ അത് കിട്ടും ചെയ്ത് വാങ്ങിക്കൊണ്ടുവരും ചെയ്ത്. അപ്പോൾ രോഗി ഉച്ചിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്, 2 പടിക്ക് 2 പക്ഷി. വീൽ ചെയർ പിന്നെ ഉച്ചിച്ചതും വീൽ ചെയർ, ഞാൻ വെച്ചതും വീൽ ചെയർ, രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊക്കെ വീഡിയോയിലൊക്കെ വന്നിട്ടല്ലേ. സംഭവം വേറൊന്നുമല്ല, എൻ്റെ ഫോണിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യാത്ത ഒരു പ്രശ്നമുണ്ട്. കണ്ടോ, ഫുള്ളായിട്ട് വര വീണ് ഡിസ്പ്ലേ പോയ ഒരു അവസ്ഥയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാന്ന് പറയുന്നത് ദുസ്സഹനം. കാരണം രാവിലെ 7 മണിക്ക് പോകണം, രാത്രി 9 മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ. ചില ദിവസങ്ങളിൽ മാത്രമാണ് 5 മണി 6 മണിയാകുമ്പോൾ വരിക. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് കണ്ടന്റ് ചെയ്യാനോ വീഡിയോസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരില്ലാതെ വീഡിയോ ചെയ്യാന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് മിന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഉപ്പാനോട് ആരോ ഞാൻ ഒഴിവാക്കിന്നോ പറയുന്നുണ്ട്. ഒഴിവാക്കാണ്ട് നിങ്ങൾ വേറെ പെണ്ണിട്ടിക്കില്ല, ഇവിടെ ആണെങ്കിലും ഒന്ന് കാണിച്ചു. അതെ, പിന്നെ അതിപ്പോ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിന്റെ അടുക്ക് നടന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് അതുപോലെ ഹാപ്പി അങ്ങനെ കഴിയുന്നത്. അപ്പൊ എന്തായാലും പിന്നെ പറഞ്ഞ ആൾക്ക് പടച്ചവൻ പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. ഇപ്പൊ പറഞ്ഞതിനും എനിക്ക് പടച്ചവൻ പൊരുത്തപ്പെട്ട് തരട്ടെ. അപ്പൊ എന്തായാലും നാവിനെല്ലാത്ത ആളുകൾ അങ്ങനെ പലതും പറയും, നമ്മളത് മൈൻഡേ ചെയ്യാൻ പാടില്ല. യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാലോ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് കയറി നോക്കിച്ച മോള് പേടാനുള്ളത്, ഓളെങ്ങനെ കഴിയുന്നൊന്ന് കയറി നോക്കി. പിന്നെ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, അങ്ങനെ വാപ്പ ഓടെ എടുത്തു. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില ആൾക്കാർക്ക് ഈ ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ ചെന്നിക്കുത്ത് എന്ന് പറയും. അതൊരു സൈസ് രോഗമാണ്. അത് മാറണമെങ്കിൽ അതിന് മരുന്ന് കുടിച്ചാലും അത് മാറൂല. ഇതിന് വേറൊരു അർത്ഥം ഉണ്ടായിന്. ചെന്നിക്കുത്ത് എന്ന് പറയുന്നതിന് അത് ഈ മരുന്ന് കുടിച്ചാൽ മാറണ ഒരു തരം അസുഖമല്ല. അത് മാറണമെങ്കിൽ നല്ലോണം എന്താക്കുക, മുള്ളുമുരുക്കുമ്പോ കയറിയിട്ട് താഴേക്ക് നല്ലോണം ഊർന്നിറങ്ങണം. കുറെ ആൾക്കാർക്കൊക്കെ അത് മാറി കിട്ടും. അപ്പൊ അന്നേരം ഇല്ലല്ല, മുറിയൊന്നുമില്ല, നല്ല സുഖല്ലേ, നല്ല സുഖമുള്ള പരിപാടിയാണ്. അത് ചെയ്തവർക്ക് പ്രത്യേകിച്ച് അറിയും. പക്ഷെ ഞാൻ ചെയ്തിട്ട് പറയല്ല, പക്ഷെ ഞാൻ അങ്ങനെ അയറ്റ വർത്താനങ്ങൾ ഞാൻ ആരോടും പറയാറില്ലല്ലോ. അല്ല, അയറ്റ പരിപാടി ചെയ്യുന്നവർക്ക് അത് ഭയങ്കര സുഖമായിരിക്കും ഞാൻ ഉദ്ദേശിച്ചു, മനസ്സിലായോ? അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ചെറിയൊരു വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെ വന്നതാണ്. കണ്ടന്റിന്റെ ക്ഷാമം വളരെ മോശം അവസ്ഥയാണ്. കണ്ടന്റ് ഇല്ല. എന്നിട്ടിപ്പോ ഇൻസ്റ്റയിലെ ഷോർട്സ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ ട്രൂത്ത് ഓൺ വ്ലോഗിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. നമുക്ക് ചിരിക്കാനുള്ളൊരു വക അതൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും പിന്നെ നമ്മള് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഇല്ല പിന്നെ
ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ വീൽ ചെയർ കിട്ടി. അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ മുഖത്തിന്റെ തെളിച്ചം കണ്ടാൽ മനസ്സിലാവും. മറ്റേ എന്തിനാവാണ് 14-ാം രാവ്, ഞാൻ 28-ാം രാവ് 27-ാം രാവ് എന്ന് പറയാനായിരുന്നേ. 14-ാം രാവ് ഉദിച്ച ആ തിളക്കം ആ ചക്കമുഖത്ത് കാണാം. അപ്പൊ എന്തായാലും ഐനോസ് ഇതാ ഇത് തിന്നുന്നുണ്ട്, ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട്. ഞാൻ വന്നപ്പോ എന്റെ മടിയിൽ കയറി ഇരുന്നാണ് കേട്ടോ. കുളി കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഉണ്ട് വാതിൽ മുട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഐനോസ് ആണ് വിളിക്കണമെന്നുള്ളത്. അപ്പൊ എന്തായാലും ഐനോ ഹായ് പറയും, അസ്സലാമു അലൈക്കും പറയും, സലാം പറയും. അപ്പോ പിന്നെ നമ്മള് വീൽ ചെയറിന്റെ കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഒരുമിച്ചുള്ള ഒരു വീഡിയോ കുറച്ച് ദിവസമായിട്ട് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച പുറത്തൊക്കെ പോയി നല്ലൊരു കണ്ടന്റ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നമുക്ക് മെയിനായിട്ട് വർക്കിന്റെ ടൈറ്റാണ്. വർക്ക് നല്ല ടൈറ്റാണ്. എനിക്ക് തീരെ സമയം കിട്ടാത്തൊരു അവസ്ഥ ഉണ്ട്. വർക്ക് കഴിഞ്ഞ് എത്തുന്ന ആ ഒരു സമയമൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള സമയമാണ്. മാത്രമല്ല ഹാർഡ് വർക്കാണ്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്, അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ എന്നെ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഞാനിപ്പോൾ അത്രയും റിസ്ക് ഉള്ളൊരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ഹാർഡ് വർക്കാണ്. ഒരു ഇന്റർലോക്കിന്റെ വർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുന്നവർക്ക് വളരെ സിമ്പിളാണ്, പക്ഷെ അത്രയും ഹാർഡായിട്ടുള്ള വർക്കാണ്. അപ്പോൾ അത് കാരണം തന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ചിന്തകളൊന്നുമില്ല. ഭക്ഷണം കഴിക്കുക, കിടക്കുക, ആ ഒരു ചിന്തയാണ് പിന്നെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രൂത്ത് ഓൺലി വ്ലോഗിലേക്ക് പുതിയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അല്ല പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മിന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു പ്രവേശനമില്ല. പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും, ഇടക്കിടക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും പ്രവേശനം കുറവായിരിക്കും. ഡിലീറ്റ് ആക്കിയില്ലേ? ഒന്നുമില്ല. ഇല്ല, അത് നമ്മൾ മറ്റേ ഡാൻസിന്റെ ഒരു സംഭവം വന്ന സമയത്ത് ചെയ്തതാണ്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതന്നെ ഡാൻസിന്റെ പേരിൽ കുറ്റം പറഞ്ഞ ടീച്ചർ കുറ്റം പറഞ്ഞേ. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പ്. കുറെ ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ടൈറ്റ്. വർക്കും കാര്യങ്ങളൊക്കെ ടൈറ്റ്. പിന്നെ ഇവരുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഞാൻ എങ്ങനെയൊക്കെ ലീവാക്കും. മറ്റേത് ഞായറാഴ്ച എനിക്ക് വർക്ക് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ലീവാകുന്ന ദിവസങ്ങൾ സൈറ്റ് നോക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ പുറത്തുനിന്ന് എന്നെ കാണുന്ന ആളുകൾക്ക് അറിയാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇത് കണ്ടില്ല, ഇതാണ് ഇപ്പോൾ വീൽ ചെയറിന്റെ അവസ്ഥ. പിന്നെ വീൽ ചെയറിന്റെ അവസ്ഥ കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് വീൽ ചെയറിന്റെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ പിന്നെ അതാ വീൽ ചെയറിന്റെ സ്ഥിതിയാണിത്. അപ്പോൾ നമ്മളിത് ലൊജിസ്റ്റിക് കാര്യങ്ങളൊക്കെ മാറ്റി. ഇതാണ് ലൊജിസ്റ്റിക് എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്ത്, പുതിയത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വീൽ ചെയർ, നമ്മൾ പഴയ വീൽ ചെയർ ഒരാളത് മേടിച്ച് അതാണിപ്പോൾ നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് നമുക്കിതിന് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനതിൽ മാറ്റിയത് ഈ 2 ഹാൻഡിൽ, അപ്പുറ സൈഡിലുള്ള 2 ഹാൻഡിൽ മാറ്റി, അതുപോലെ തന്നെ ഇത് മാറ്റി, പിന്നെ 2 കുഷൻ മാറ്റി, അതുപോലെ തന്നെ വയറിങ് മൊത്തം മാറ്റി. വയറിങ് ഫുള്ളായിട്ട് ഞാൻ പുതിയതായിട്ട് മാറ്റി. അതുപോലെ തന്നെ ബാറ്ററി പവറാക്കി അത് കൊടുത്ത്. അപ്പോൾ അത് ശരിയാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടുള്ള ഉദ്ദേശം. കാരണം അത് ശരിയാവാത്തത് കൊണ്ട് തന്നെ മിന്നുവിന് ബാത്റൂം പോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടേനും. പിന്നെ പുതിയ വീൽ ചെയർ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല, അത് അവിടെ തന്നെയാണുള്ളത്. നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുമില്ല. അത് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. അതിൻ്റെ ആൾക്കാർ വരണം. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ന് പിന്നെ ചാർജ് ചെയ്തിരുന്നോ? ഇന്നലെ ബാറ്ററി കിട്ടിയതിനു ശേഷം പിന്നെ ചാർജ് ചെയ്തിട്ടില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഓടിക്കാനൊന്നും? ഫുൾ കട്ടൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഓടിച്ച് നോട്ടെ. മാറി ഉമ്മി ഓടിക്കട്ടെ, ഉമ്മി ഓടിച്ചോക്കട്ടെ, ഉമ്മി ഓടിച്ചോക്കട്ടെ. മടിയിരുന്നോ? ഐനൂസ് ഭയങ്കര വാശിയും ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ ഓന് ആ 2 വയസ്സായതിൻ്റെ എല്ലാ കളിയും അവൻ കളിക്കുന്നുണ്ട്. അല്ല ഐനു, മച്ചി എന്താ രാത്രിക്കൊക്കെ? സാമ്പാർ ഉണ്ടാക്കി നല്ല രസമായിരിക്കും. പപ്പടം അല്ലേ? പപ്പടവും അച്ചാറും സാമ്പാറും കൂട്ടിയിട്ട് ഒന്ന് നല്ലൊരു പിടി പിടിക്കണം. അച്ചാറാ? ഓൻ്റെ കുരുത്തക്കേട് കാണുന്നുണ്ട് നിങ്ങൾ? ഓൻ്റെ കുരുത്തക്കേട് കാണുന്നുണ്ടോ? വെള്ളം കുടിച്ചോളെ. ഞാൻ കൊടുക്കട്ടെ എനിക്ക്. നമ്മളിവിടെ ഇരുന്നിട്ട് കുടിക്കുക വെള്ളം. ബിസ്ക്കറ്റ് ഒക്കെ ഇവിടെ നിലത്താക്കിക്കണേ. ഇല്ലല്ലോ, പിന്നെതെന്താ പറ്റണേ?
അപ്പോൾ ഇതാണ് ഇപ്പോൾ വീൽ ചെയറിൻ്റെ അവസ്ഥ കേട്ടോ. ഇപ്പോൾ വീൽ ചെയർ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിന്ന് പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ എന്തായാലും പിന്നെ തുപ്പിയില്ലേ നമുക്ക് തരട്ടാ. ചിരിക്കല്ലേ 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 കേട്ടാ. എന്താ പോണേ. അപ്പോൾ അതൊക്കെയാണ് വീൽ ചെയറിൻ്റെ അവസ്ഥ. പിന്നെ നമ്മൾ ഇവിടുത്തെ അധികം ദൂരമൊന്നും യാത്ര ചെയ്ത് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഞായറാഴ്ച ലീവ് ആക്കിയിട്ട് വേണം യാത്ര ചെയ്തൊക്കെ നോക്കാൻ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വീഡിയോ എടുക്കാനൊക്കെ പോയിട്ട് നോക്കി നോക്കാൻ. അപ്പോൾ അതിന് ദിവസം ഞാൻ ചെറിയൊരു ബോൾ വാങ്ങി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫുൾ ടൈം കളി. ഇട് ഇട്. അപ്പോൾ ഫുൾ ടൈം ബോളും കൊണ്ട് കളിയാണ് കേട്ടോ. എനിക്ക് ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഒരു ബോൾ ഉണ്ടായിരുന്നു, തട്ട് 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 തട്ട്. അങ്ങനെ എന്നാ തട്ട്. തട്ട് തട്ട്. തട്ട് തട്ട് തട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. നിൽക്കണില്ല ബോള് നിൽക്കണില്ല കേട്ടോ. അങ്ങനെ ദാ ദാ. അപ്പോൾ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇനിയിപ്പോൾ നല്ല കണ്ടൻറ്റൊക്കെ നമുക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. കുറേ ദിവസമായിട്ട് നല്ല കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ വർക്കിൻ്റെ ടൈറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നും അല്ല കേട്ടോ. പലരും പറയുന്ന പോലെ പിന്നെ ഞങ്ങൾ തമ്മിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഓൾക്കിപ്പോൾ ഓളെ വീട്ടിലേക്ക് ഓള് പോയത് ഇവിടെ വന്ന് നിന്നിട്ട് മിന്നൂസ് വീട്ടിലേക്ക് പോയത് ഏകദേശം ഒരു 2 മാസം 3 മാസത്തോളം കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. ഞാനിവിടെ 3 മാസം 4 മാസം നിൽക്കുകയാണെങ്കിൽ എൻ്റെ പൊടി 2 മാസം 1.5 മാസം അങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാല് ഇത്രയും ദൂരം പോയി നമ്മൾ 10 ദിവസം 15 ദിവസമൊക്കെ നിൽക്കുന്നത് നമ്മള് വണ്ടിക്കൂലി ഇതാവില്ലല്ലോ. അത് മാത്രല്ല കേട്ടോ, വേറൊരു കാര്യം കൊണ്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 5 ദിവസം ഞങ്ങൾ 5 ദിവസം ഓളെ പുരയിലേക്ക് പോയി നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും നേരത്തെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുറത്ത് എവിടെയെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാലോ, ഇപ്പൊ എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ 9 മണി 8 ആകുമ്പോഴത്തേക്ക് എനിക്ക് സൈറ്റിലെത്തണം. 8:30 ഞാൻ സൈറ്റിൽ എത്തണമെങ്കിൽ ഞാൻ എത്ര മണിക്ക് ഏകദേശം എണീക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനോ. കാരണം ഇവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ, ബാത്റൂമിൽ പോകണം. വേറൊന്നല്ല, ഇത് വർക്ക് കഴിഞ്ഞ് ആ ക്ഷീണം തന്നെ നല്ലോണം ഉണ്ടാവും. കേട്ടോ, കയ്യിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ തഴമ്പ് പൊട്ടിയിട്ട്, അതായത് കല്ലിന്റെ വിരിക്കുന്നതിന്റെ തഴമ്പ് പൊട്ടിയിട്ട് ഉള്ളൊരു അവസ്ഥയാണത്. ഷോൾഡറൊക്കെ ഭയങ്കര ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഷോൾഡറിന്റെ അവസ്ഥ പറയാതിരിക്കുകയാണ് വേദം. അപ്പൊ അത്രയും ടൈറ്റ് ഹെവി ലോഡ് വർക്കാണ്. അപ്പൊ അത് കാരണം തന്നെ രാവിലെ നേരത്തെ പോയി വെയിൽ ചൂടാകുമ്പോഴത്തേക്കും വർക്ക് ഏകദേശം ആക്കി എന്നിട്ട് പിന്നെ 1 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. കാരണം ശരീരത്തെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. ഇന്റർലോക്കിന്റെ വർക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ സ്റ്റോണിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 100, 120, 125 കിലോ ഉണ്ടാവും ഒരു കല്ല്. അപ്പൊ അത് കാരണം തന്നെ അതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥകൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ മിന്നൂസ് വീഡിയോ ഇടും അല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വരുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കമന്റുകൾ അറിയിക്കുക. ഞങ്ങൾ ചെയ്യേണ്ട വീഡിയോസ്, നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ്, ഞങ്ങൾ ഏതൊക്കെ ടൈപ്പിലുള്ള വീഡിയോസ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.